friends, ഞാൻ അശ്വതി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ HSAയുടെ സിലബസിലുള്ള ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന നമ്മുടെ ജോൺ മിൽട്ടൻ്റെ സോണറ്റ് ആണ്. ഓക്കെ, ജോൺ മിൽട്ടൺ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൈറ്ററാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു 5 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് നോക്കാം. വൺ ഹു സ്റ്റഡീഡ് ദ ഇവല്യൂഷൻ ഓഫ് മാൻകൈൻഡ്, ദാറ്റ് ഈസ് anthropologist. A person who present a radio or television program, that is anchor. The medieval fortuner of chemistry, alchemy. A person who trained to travel to spacecraft, that is astronaut. A collection of historical documents or records providing information about a place, institution, that is archive. അപ്പോൾ anthropologist, anchor, alchemy, astronaut and archive. ഇതാണ് നമ്മളിന്ന് നോക്കിയത്. നമ്മളിപ്പോൾ ടോട്ടൽ ഒരു 20ഓളം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് തന്നെ അങ്ങ് പോവുക. അതായിരിക്കും നമുക്ക് ഒരു മൊഡ്യൂൾ കവർ ചെയ്യാൻ ഏറ്റവും ബെറ്റർ. ഓക്കെ, നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ജോൺ മിൽട്ടൻ്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന പോയമാണ്, സോണറ്റാണ്. ഓക്കെ, HSA എക്സാമിന് മാത്രമല്ല, സെറ്റ്, ടെറ്റ്, നെറ്റ്, അതേപോലെ PG എൻട്രൻസ് എക്സാം, അങ്ങനെ ലിറ്ററേച്ചർ ബേസ് ചെയ്ത് വരുന്ന എല്ലാ എക്സാംസിനും, യൂണിവേഴ്സിറ്റി എക്സാംസിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ലെങ്തി വീഡിയോ ആണ്, എങ്കിലും സ്കിപ്പ് ചെയ്യാതെ തന്നെ തീർത്ത് കാണാൻ പോവുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്ന ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ പോയത്തെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻഡ്, അഥവാ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. ഈ വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻഡ് തന്നെയാണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നും അറിയപ്പെടുന്നത്. ഇതൊരു സോണറ്റാണ്. അപ്പോൾ പോയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ജോൺ മിൽട്ടനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ജോൺ മിൽട്ടൺ ബോൺ December 9, 1608, London, England, and died November 8, 1674. Was an English poet, pamphleteer, and historian, considered the most significant English author after William Shakespeare. He was an intellectual who served as a civil servant for the Commonwealth of England under the Council State and later under Oliver Cromwell. അപ്പോൾ ആരാണ് ഒലിവർ ക്രോംവെൽ എന്നറിയാമല്ലോ. ആരാണ് ഒലിവർ ക്രോംവെൽ? ഇംഗ്ലണ്ടിലെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. ആൻഡ് ഇംഗ്ലീഷ് സിവിൽ വാറിൻ്റെ സമയത്ത് ചാൾസ് ഫസ്റ്റിനെതിരെ യുദ്ധം നടത്തിയ വ്യക്തിയാണ് ഒലിവർ ക്രോംവെൽ. ഈ ജോൺ മിൽട്ടൺ ബ്ലൈൻഡ് ആവുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ ഈ ഒലിവർ ക്രോംവെലിൻ്റെ കൂടെയായിരുന്നു. അതായത് ജോൺ മിൽട്ടൻ്റെ കരിയറിലെ ഏറ്റവും പീക്കായിട്ടുള്ളൊരു ടൈമിൽ തന്നെയാണ് അദ്ദേഹം ബ്ലൈൻഡ് ആവുന്നത്. ആൻഡ് ജോൺ മിൽട്ടൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നൊരു പോമുണ്ട്. ഏതാണത്? പാരഡൈസ് ലോസ്റ്റ്. ആൻഡ് ഹീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് എപ്പിക് പോം പാരഡൈസ് ലോസ്റ്റ്, റിട്ടൺ ഇൻ ബ്ലാങ്ക് വേഴ്സ്. ഇനി ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Blank verse is poetry written with regular metrical but unrhymed line and almost and always in iambic pentameter. And 16th centuryയിലെ most common and influential form ആണ് ഈ blank verse എന്ന് പറയുന്നത്. And Paradise Lost is widely considered to be one of the greatest work of English literature. And Milton's magnum opus, the blank verse epic poem Paradise Lost, was composed by the blind and improvised Milton from 1658 to 1664. First edition 1658 to 1664 and with a small and significant revision published in 1674. Second edition 1674 and Milton followed up the publication Paradise Lost with its sequential Paradise Regained, which was published alongside the tragedy Samson Agonist in 1671. Both these works also reflect Milton's post restoration political situation. അദ്ദേഹം പാരഡൈസ് ലോസ്റ്റ് എഴുതുന്ന ആ സമയത്ത് ബ്ലൈൻഡ് ആണ് കേട്ടോ, കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആണ്. പാരഡൈസ് ലോസ്റ്റ് മിൽട്ടൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പാരഡൈസ് ലോസ്റ്റിനെ പറ്റി കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞത്. ഇനി ലേഡി ഓഫ് ക്രൈസ്റ്റ് എന്ന നിക് നെയിം ഉള്ളത് ആർക്കാണ്? ജോൺ മിൽട്ടൻ്റെ നിക് നെയിമാണ് ലേഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഹി വാസ് എഡ്യൂക്കേറ്റഡ് ഇൻ കാംബ്രിഡ്ജ്. അവിടെ നിന്നാണ് ഈ ലേഡി ഓഫ് ക്രൈസ്റ്റ് എന്ന നിക് നെയിം അദ്ദേഹത്തിന് കിട്ടുന്നത്. ആൻഡ് എന്തൊക്കെയോ കുറച്ച് ഫെമിനിൻ ക്യാരക്ടേഴ്സൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ലേഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ആ ഒരു പേര് മിൽട്ടന് കിട്ടുന്നത്. ഈ കാംബ്രിഡ്ജിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം ലാറ്റിനിലും ഇറ്റാലിയനിലും ഇംഗ്ലീഷിലും ഒക്കെ കവിതകൾ എഴുതാൻ തുടങ്ങിയത്. ആൻഡ് ബോത്ത് സ്കെയർ ആൻഡ് സെക്കുലർ തീംസിലൊക്കെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഈ സാക്രഡ് തീംസ് എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, ബിബ്ലിക്കലായിട്ടുള്ള തീംസൊക്കെ. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക് പാരഡൈസ് ലോസ്റ്റ് ആണെങ്കിലും ഫസ്റ്റ് നോൺ അറ്റംപ്റ്റ് ഇൻ ഇംഗ്ലീഷ് വേഴ്സ് ഈസ് ഓൺ ദ ഡെത്ത് ഓഫ് എ ഫെയർ ഇൻഫൻറ്റ്. ഈ ഓൺ ദ ഡെത്ത് ഓഫ് എ ഫെയർ ഇൻഫൻറ്റ് ആണ് ഫസ്റ്റ് നോൺ ഇംഗ്ലീഷ് വേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് പ്രോബബ്ലി അത് 1628 എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ നീസായ ആൻ ഫിലിപ്പിൻ്റെ മരണസമയത്താണ് ഈ കവിത എഴുതുന്നത്. ഇനി എയറോപ്പച്ചറ്റിക്ക് എന്താണ്?
അറിയാലോ, Aeropagitica, a speech by John Milton for the liberty of unlicensed printing to the Parliament of England. Aeropagitica is among history's most influential and impassioned philosophical defense of the principle of right to freedom of speech and expression. And many of its expression principles have formed base of modern justification. It was published in 23rd November 1644 at the height of English Civil War. ആൻഡ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ജോൺ മിൽട്ടൻ്റെ സോണറ്റ് ആണ്, വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻഡ്, അല്ലെങ്കിൽ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. സോണറ്റ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഷേക്സ്പിയറിൻ്റെ സോണറ്റ് 121 പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആൻഡ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് സോണറ്റ് ഇൻ ഇംഗ്ലീഷ് പോയട്രി. It is an autobiographical sonnet and brings us the personality and character of the blind poet John Milton. It was composed between June to October 1655 when his blindness was essentially complete, and first published in Milton 1673 poems, formally titled Poem. ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് 1673 പോയംസിലാണ്, പോയം കളക്ഷൻസിലാണ്. ഇതിൻ്റെ ടൈറ്റിൽ പോയംസ് എന്ന് തന്നെയാണ്. ഈ സോണറ്റ് തന്നെയാണ് സോണറ്റ് 16 എന്നും സോണറ്റ് 19 എന്നും അറിയപ്പെടുന്നത്. ഇപ്പോൾ ഒരു ഡൗട്ട് തോന്നിയില്ല, എന്താണ് 16 എന്നും 19 എന്നും രണ്ട് നമ്പറിൽ അറിയപ്പെടുന്നതെന്ന്? എന്താണെന്ന് വെച്ചാൽ ഇത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കൊടുത്ത നമ്പർ 19 എന്നാണ്. പക്ഷേ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് നമ്പർ 16 എന്നാണ് അപ്പിയർ ചെയ്തത്. സോ ഇത് 16 എന്നും 19 എന്നും അറിയപ്പെടുന്നത് ഈ സെയിം സോണറ്റ് തന്നെയാണ്. ആൻഡ് ദിസ് സോണറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. അപ്പോൾ നമ്മൾ വേറെ ഒരു നെയിം പറഞ്ഞില്ലേ, എന്താ അത്? വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻഡ്. ഇത് സോണറ്റിൻ്റെ ഫസ്റ്റ് ലൈനാണ്. മിക്ക സോണറ്റ്സും അങ്ങനെയാണ്, ഒന്നെങ്കിൽ നമ്പറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ലൈനിലൊക്കെയാണ് അറിയപ്പെടുന്നത്. ഷേക്സ്പിയറിൻ്റെ സോണറ്റൊക്കെ അങ്ങനെയല്ലേ, ടൈറ്റിലുള്ള സോണറ്റും ഉണ്ട്. ആൻഡ് എനിവേസ് ഷേക്സ്പിയറിൻ്റെ എല്ലാ സോണറ്റും നമ്പറാണ് ഓർ ഫസ്റ്റ് ലൈനിലൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ സോണറ്റും അങ്ങനെയായിരുന്നു. ആൻഡ് ഈ സോണറ്റിൻ്റെ നെയിം കൊടുത്തത് ജോൺ മിൽട്ടൺ അല്ല. ആരാണ് നെയിം കൊടുത്തത്? തോമസ് ന്യൂട്ടൺ ആണ്. അപ്പോൾ തോമസ് ന്യൂട്ടൺ ആണ് ഇതിന് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന നെയിം കൊടുത്തത്. 1761 എഡിഷനിലാണ് തോമസ് ന്യൂട്ടൺ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന ടൈറ്റിൽ കൊടുക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് 3 ലൈൻ വളരെ ഫേമസ് ആണ്. ഈ സോണറ്റിൻ്റെ ഓപ്പണിംഗ് വളരെ ഒരു പെസിമിസ്റ്റിക് ടച്ചാണ് ഇതിനുള്ളത്. ഈ സോണറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് പോയറ്റ് ബ്ലൈൻഡായി പോയപ്പോൾ പോയറ്റിന് തന്നെ ഉണ്ടായ നിരാശ, സങ്കടം ഒക്കെയാണ്. നമുക്ക് തോന്നും ഇതിൻ്റെ തുടക്കത്തിൽ ഭയങ്കര നെഗറ്റീവ് ആണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇറ്റ് ഈസ് സംതിങ് മോർ ദാൻ ദാറ്റ്. അതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആയ നോബിളായ മെസ്സേജൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് തോന്നുന്നത്. ആൻഡ് ലാസ്റ്റ് ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്കറിയാം ജോൺ മിൽട്ടൺ ബ്ലൈൻഡാണ്. ജന്മനാ ബ്ലൈൻഡ് ആയതല്ല, അറൗണ്ട് ഒരു 44 ഏജൊക്കെ ആയപ്പോഴാണ് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയത്. ബട്ട് അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ബിക്കോസ് പാരമ്പര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഉള്ള ഒരു ഡിസീസ് തന്നെയാണ് ഈ ബ്ലൈൻഡ്നെസ് അഥവാ അന്ധത എന്ന് പറയുന്നത്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഒത്തിരി പേർക്ക് ബ്ലൈൻഡ്നെസ് ഉണ്ടായിരുന്നു, ബ്ലൈൻഡ് ആയിരുന്നു. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ അമ്മ ബ്ലൈൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ജോൺ മിൽട്ടൺ അറിയാം അദ്ദേഹവും ബ്ലൈൻഡ് ആകും എന്നുള്ള കാര്യം. സോ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ കൂടി ആ ഒരു നമ്മുടെ ലൈറ്റും എല്ലാം കണ്ട് നടന്നൊരു വ്യക്തി പെട്ടെന്ന് ബ്ലൈൻഡ് ആകുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ആൻഡ് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹം എങ്ങനെയാണ് ഓവർകം ചെയ്തത്, എന്ത് സ്ട്രെങ്താണ് അദ്ദേഹത്തിന് കിട്ടിയത്, അത് ഓവർകം ചെയ്യാൻ അദ്ദേഹത്തിന് കിട്ടിയ സ്ട്രെങ്ത് എന്താണ് എന്നൊക്കെയാണ് ഈ പോയത്തിൽ പറയുന്നത്. അദ്ദേഹം ചെയ്ത മെത്തേഡ് എന്തൊക്കെയാണെന്നാണ് ഈ പോയത്തിൽ പറയുന്നത്. Starting, it is all about his confusion on what God expects from him as he gone blind totally. He is not sure whether to continue the vocation of writing poetry. ഞാൻ ബ്ലൈൻഡായി പോയി, അല്ലെങ്കിൽ ഗോഡ് എന്താണ് എന്നിൽ നിന്ന് ഇനി പ്രതീക്ഷിക്കുന്നത്? ഞാനിനി പാസീവായിട്ട് ഒന്നും ചെയ്യാതെ ഒരു ബ്ലൈൻഡ് പേഴ്സൻ്റെ ലിമിറ്റേഷനിൽ തന്നെ ജീവിക്കണോ, അതോ ഇനി പോയട്രി എഴുതണോ? എന്താണ്, അതാണോ ദൈവം എന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? എനിക്ക് ദൈവം തന്ന ഒരേ ഒരു കഴിവ് എന്താണ്? ഈ റൈറ്റിംഗ് സ്കില്ലാണ്. അത് ഇപ്പോൾ എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല. ഇറ്റ് ഈസ് എ ഗോഡ് ഗിഫ്റ്റഡ് ടാലൻറ്റ്. അതുകൊണ്ട് തന്നെ അത് വേസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങേയറ്റം റെഡിക്കുലസ് ആണ്. ഞാൻ ആ ടാലൻറ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ ഓർ ഞാനത് വേസ്റ്റ് ചെയ്താൽ ഗോഡ് എന്നെ പണിഷ് ചെയ്തേക്കാം. ആൻഡ് ദ സ്പീക്കർ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് ഹിസ് ടാലൻറ്റ് ബൈ റിമൈനിങ് പാസീവ്. ഹി ഈവൻ ഫിയർ ദാറ്റ് ഗോഡ് മേ പണിഷ് ഹിം ഫോർ റിമൈനിങ് പാസീവ്. The internal conflict going within the poet is clearly evident in this octave. Octave എന്ന് പറയുന്നത് എന്താണ്? 8 ലൈൻസിനാണ് ഒക്ടേവ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഈ സോണറ്റിൻ്റെ ആദ്യത്തെ 8 വരികളിൽ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ശരിക്കും പറയുന്നത്, ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഈ സോണറ്റിൽ
സ്പീക്കർ ബ്ലൈൻഡ് ആണ്. ആക്ച്വലി ഈ സോണറ്റിലെ സ്പീക്കർ ആരാണ്? മിൽട്ടൺ തന്നെയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഓട്ടോബയോഗ്രഫിക്കൽ ടച്ചുള്ള ഒരു സോണറ്റ് ആണെന്ന്. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു വയസ്സിൽ 44-ാമത്തെ വയസ്സിൽ ബ്ലൈൻഡ് ആവുന്നു, കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആവുന്നു. ആൻഡ് അദ്ദേഹം ബ്ലൈൻഡ് ആയതിനു ശേഷം ഒത്തിരി സ്ട്രഗിൾ ചെയ്തിരുന്നു. അദ്ദേഹം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്താണ് അദ്ദേഹം അതൊക്കെ ഓവർകം ചെയ്തത്. ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ മാഗ്നം ഓപ്പസായ പാരഡൈസ് ലോസ്റ്റ് എഴുതുന്നത് വരെയും അദ്ദേഹം ബ്ലൈൻഡ് ആയതിനു ശേഷമാണ്. സോ അത്രമാത്രം എഫേർട്ടാണ് അദ്ദേഹം ഇത് ഓവർകം ചെയ്യാൻ വേണ്ടി എടുത്തിരുന്നത്. ഈ ജോൺ മിൽട്ടന് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സ്റ്റേജ് തരണം ചെയ്യുക എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഡോട്ടേഴ്സിനൊക്കെ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് അവരാണ് ഇത് എഴുതിയൊക്കെ ചെയ്തിരുന്നത്. ആൻഡ് അദ്ദേഹം ടോട്ടലി ഡിപ്പെൻഡഡ് ആയിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ആ ബ്ലൈൻഡ് ആയ സമയത്ത് പോലും ഉണ്ടായിരുന്നത്. ബട്ട് ഗ്രാജുവലി അദ്ദേഹം പുതിയ സെൽഫുമായിട്ട് അഡാപ്റ്റഡായി അദ്ദേഹത്തിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ചില ആൾക്കാരൊക്കെ ഇല്ലേ, നമ്മൾ ഈ നമുക്കൊരു പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ ഒരു വൈകല്യം ഉണ്ടായി എന്നും പറഞ്ഞാൽ ആ വൈകല്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ അവർക്ക് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാനോ അവർക്ക് സമൂഹത്തിൽ ഒരു നിലയിലെത്താനോ ഒന്നും സാധിക്കില്ല. കാരണം അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവരുടെ പ്രശ്നങ്ങൾക്കും അവരുടെ ഒരു വൈകല്യങ്ങൾക്കും ഒക്കെയാണ്. പക്ഷേ ഇവിടെ ജോൺ മിൽട്ടൺ എന്താണ് ചെയ്തത്? അതിനെ ഓവർകം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ വൈകല്യത്തെ ഒരു സൈഡിൽ മാറ്റി വെച്ച് അദ്ദേഹത്തിൻ്റെ സെൽഫിനെ, അദ്ദേഹത്തിൻ്റെ കഴിവിനെ മാക്സിമം യൂസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ തന്നെ അദ്ദേഹം ഒരു ഏറ്റവും ഫേമസ് ആയ ഒരു പേഴ്സണായി മാറിയതും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക് ജനിച്ചതും അദ്ദേഹം ബ്ലൈൻഡ് ആയതിനു ശേഷമാണ്. ആൻഡ് ഈ സോണറ്റ് തന്നെ എൻഡിങ്ങിൽ നമുക്ക് വളരെ സ്ട്രോങ് ആയൊരു മെസ്സേജാണ് പോയറ്റ് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സോണറ്റിൻ്റെ ലാസ്റ്റ് ലൈനിൽ വളരെ ഫേമസ് ആയതും ഇമ്പോർട്ടൻ്റ് ആയതും. ലാസ്റ്റ് ലൈൻസിൽ എന്താണ് ദൈവം നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ദൈവം നമ്മുടെ ജോൺ മിൽട്ടനോട് പറഞ്ഞത്. അതായത് ജോൺ മിൽട്ടൺ ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ആൻസർ ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ് ദൈവം ജോൺ മിൽട്ടന് കൊടുത്തത് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ലൈനിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഓവറോൾ ഒരു സമ്മറി എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ലൈൻ ബൈ ലൈൻ ഒന്ന് അനലൈസ് ചെയ്യാം. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു സോണറ്റാണ്. അപ്പോൾ ഇതിന് എത്ര ലൈൻസ് ഉണ്ടാവും? സോണറ്റിന് 14 ലൈൻസാണുള്ളത് അല്ലേ. 14 ലൈൻ പോയമാണ് സോണറ്റ് എന്ന് പറയുന്നത്. ഇതൊരു പെട്രാക്കിയൻ സോണറ്റാണ്. ഇറ്റ്സ് റൈമിംഗ് പാറ്റേൺ എന്താണ്? ABBA ABBA CDE CDE. റൈമിംഗ് പാറ്റേൺ എന്താണ്? ABBA ABBA CDE CDE. And the poem is divided into an octave and as a set, the former being with 2 quatrain, while the later has 2 stanzas of 3 lines each. And the division is not very clear here. അത് മാത്രമല്ല ബിബ്ലിക്കൽ റെഫറൻസും ഒക്കെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്കിനി ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. When I consider how my light is spent, half my days in this dark world and wide, as that one talent which is death to hide, Lodg'd with me useless, though my soul more bent. ഞാൻ ആദ്യമേ പറഞ്ഞു ഫസ്റ്റ് ഒക്ടേവിൽ അദ്ദേഹത്തിൻ്റെ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഒക്കെയാണ് കാണിക്കുന്നത്. By the beginning line 1 with the word when, Milton immediately signals that he is opening with a subordinate clause, a dependent clause that introduce the main idea to follow. Beginning the poem this way create a certain suspense. And the main idea is postponed so that we have to continue reading in anticipation of its eventual arrival. Shakespeare also often used this kind of sentence pattern in constructing his own sonnet. And by opening with a dependent clause, Milton heightened our sense of anticipation by delaying the key statement. And the idea of losing one's sight is obviously a deeply troubling one. The blind person is suddenly at a risk in all kind of way. The speaker in the poem feel vulnerable. He can no longer literally see his own way or easily protect him from danger. The special tragedy of the particular speaker is that he has lost his sight at an unusual early stage of life. അതായത് ഈ ഒക്ടേവിലെ പോയറ്റിൻ്റെ കൺഫ്യൂഷനാണ്. വെൻ എന്ന് പറയുന്ന ഒരു സബോർഡിനേറ്റ് ക്ലോസിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പോകാൻ ബിഗിൻ ചെയ്യുന്നത് വഴി ഒരു സസ്പെൻസ് ആണ് പോയറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. മെയിൻ ഐഡിയ പുറകെയാണ് വരുന്നത്. ഇവിടെ പോയറ്റിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങളാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം? എൻ്റെ കാഴ്ച പോയി, പോയട്രി എഴുതാൻ സാധിക്കില്ല, എനിക്ക് ഗോഡിനെ സെർവ് ചെയ്യാൻ അറിയുന്ന എൻ്റെ റൈറ്റിങ്ങിൽ കൂടെ മാത്രമായിരുന്നു. ആൻഡ് ഇപ്പോൾ ഞാൻ ബ്ലൈൻഡായി. സോ ഇനി സ്വാഭാവികമായിട്ടും എനിക്ക് ദൈവത്തെ സെർവ് ചെയ്യാൻ സാധിക്കില്ല. സോ ഞാനിനി ഏത് വിധേനയാണ് ഗോഡിനെ സെർവ് ചെയ്യാൻ പോകുന്നത്?
ബ്ലൈൻഡ് ആവുക എന്നത് ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജോൺ മിൽട്ടനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതും നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ 44-ാമത്തെ വയസ്സിലാണ് ബ്ലൈൻഡ് ആവുന്നത്. അതും ലൈഫിൻ്റെ പകുതി പോലും എത്തുന്നതിന് മുന്നേ. വളരെ സങ്കടത്തോടെ ആലോചിക്കുകയാണ് അദ്ദേഹം, എൻ്റെ ജീവിതത്തിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല, അതിന് മുന്നേ തന്നെ എൻ്റെ ലൈഫിലെ കംപ്ലീറ്റ് ലൈറ്റും ഞാൻ യൂസ് ചെയ്തു, എൻ്റെ ജീവിതത്തിൽ വെളിച്ചമിനിയില്ല. അതായത് കംപ്ലീറ്റ് ലൈറ്റും യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ബ്ലൈൻഡായിപ്പോയി, ഇനി എൻ്റെ ലൈഫിൽ വെളിച്ചമില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ കാഴ്ചയില്ല, എൻ്റെ മുന്നിലൊരു ഡാർക്ക് വേൾഡ് മാത്രമാണ് ഇനിയുള്ളത്. സോ ഒരു പരിധിയില്ലാതെ ഇങ്ങനെ ഇരുട്ട് മാത്രമാണ്, ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഇങ്ങനെ ഇരുട്ട് മാത്രമാണ് ഇനി എൻ്റെ ലൈഫിലുള്ളത്. സോ ഇനി ഞാൻ എന്ത് ചെയ്യും? ലുക്ക് അറ്റ് ദ ഫ്രേസ് ഡാർക്ക് ആൻഡ് വൈഡ്. ഈ ഡാർക്ക് ആൻഡ് വൈഡ് നോക്കിയേ. ആൻഡ് ഡാർക്ക് ആൻഡ് വൈഡ് ഈസ് സിഗ്നിഫിക്കൻറ്റ്. ഇറ്റ് ഈസ് ഡാർക്ക് ബിക്കോസ് ഹി ടേൺ ബ്ലൈൻഡ് ആൻഡ് ഇറ്റ് ഈസ് വൈഡ് because he is blind in his young age. Rest of his life is pretty long, so it lies before him dark and wide. എന്താ ഈ ഡാർക്ക് ആൻഡ് വൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലൈഫിൽ ഓൾമോസ്റ്റ് ഡാർക്കായി, അതായത് ബ്ലൈൻഡായി, ലിറ്റററി ആൻഡ് സിംബോളിക്കലി എന്താ, ലൈഫ് ഡാർക്ക്നെസ്സിലായി, ബ്ലൈൻഡായി എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വൈഡ് എന്താ, ഇനിയും ലൈഫിൻ്റെ നല്ലൊരു ശതമാനം മുന്നിലുണ്ട് അല്ലേ. 44-ാമത്തെ വയസ്സെന്ന് പറയുന്നത് ചെറിയൊരു പ്രായത്തിലാണ് ബ്ലൈൻഡ് ആവുന്നത്. ഇനിയും ലൈഫിൻ്റെ ഒത്തിരി നമുക്ക് ലൈഫ് മിച്ചമുണ്ട് നമ്മളുടെ കയ്യിൽ. സോ പോയറ്റിൻ്റെ യങ് ഏജിലാണ് ബ്ലൈൻഡ് ആകുന്നത്. ഈ ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫസ്റ്റ് ലൈനിൽ ലൈറ്റ് സ്പെൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്. വിഷൻ ഓർ ഐസൈറ്റ് അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് ഒക്കെയാണ് ഇതിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ഇതൊരു ഇംപ്ലിസിറ്റ് അല്ലെങ്കിൽ ഒരു ഇംപ്ലൈഡ് മെറ്റഫറാണ്. അതായത് ഇംപ്ലൈഡ് മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഡയറക്റ്റായിട്ട് പറയാതെ ഇൻഡയറക്റ്റായിട്ട് ഹിൻഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ദ വേർഡ് യാ എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ആർക്കേക്ക് വേർഡാണ്. പണ്ട് ബിഫോർ എന്ന് പറയുന്നതിന് പകരം ഉപയോഗിച്ചിരുന്ന വേർഡാണിത്. ഈ ഇയ പണ്ട് യൂസ് ചെയ്തിട്ടുള്ളതും ഇപ്പോൾ യൂസ് ചെയ്യാത്തതുമായിട്ടുള്ളൊരു വേർഡാണ്. അപ്പോൾ അങ്ങനെ പണ്ട് നിലവിലുണ്ടായിരുന്നതും എന്നാൽ ഇന്ന് ഉപയോഗിക്കാത്തതുമായ വേർഡിനെയാണ് ആർക്കേക്ക് വേർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലൈനിൽ പോയറ്റ് ഒരു ബിബ്ലിക്കൽ അലൂഷൻ കൊടുക്കുന്നുണ്ട്. ആൻഡ് അത് ഇവിടെ പോയറ്റ് പേടിക്കുവാണ്. തനിക്ക് ദൈവം തന്ന കഴിവ് യൂസ് ചെയ്തിരുന്നാൽ ദൈവം എന്നെ ശിക്ഷിച്ചാലോ, ഞാൻ ബ്ലൈൻഡായി എന്ന റീസൺ കൊണ്ട് ഞാൻ എൻ്റെ എഴുത്തിനെ കുഴിച്ചിട്ടാൽ എൻ്റെ മാസ്റ്റർ അത് ഒരിക്കലും ക്ഷമിക്കില്ല. ഉറപ്പായും എൻ്റെ മാസ്റ്റർ എന്നെ ഡാർക്ക്നെസ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഡാർക്ക്നെസ്സിലാണ്, ബ്ലൈൻഡാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന ഡാർക്ക്നെസ് ബ്ലൈൻഡ്നെസ് അല്ല, ഡെത്താണ്. ഡെത്തിലേക്ക് നാട് കടത്തും. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ ഒരു ബിബ്ലിക്കൽ റെഫറൻസ് അലൂഷൻ പറയുന്നുണ്ട്. അതിൽ നമുക്കൊരു സ്റ്റോറി അറിയില്ലേ, ഒരു മാസ്റ്ററിന് അല്ലെങ്കിൽ ഒരു യജമാനിന് 3 സെർവൻസ് ഉണ്ടായിരുന്നു. യജമാൻ എവിടെയോ പോയപ്പോഴത്തേക്ക് ഈ സെർവൻസിന് വെൽത്ത് കൊടുത്തു, തുല്യമായിട്ടോ ഈക്വലി സംതിങ് വെൽത്ത് കൊടുത്തു, എന്നിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ 2 സെർവൻസ് അതിനെ ഇരട്ടിയാക്കി, ഡബിളാക്കി. പക്ഷേ 3-ാമത്തെ ആൾ എന്ത് ചെയ്തു, അത് നഷ്ടപ്പെടരുത് എന്ന് പേടിച്ചിട്ട് അയാളത് കുഴിച്ചിട്ടു, ഒരു യൂസ്ഫുൾ അല്ലാതെ ആക്കി. അതായത് അതൊന്ന് കൂട്ടിയൊന്നുമില്ല. സോ യജമാനൻ തിരിച്ചു വന്നപ്പോൾ ആദ്യത്തെ 2 സെർവൻസിലും അദ്ദേഹത്തിന് ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ തോന്നി. പക്ഷേ 3-ാമത്തത് ഇത്രയും വേസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാതെ ഉപയോഗിക്കാതെ അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ യജമാനന് ദേഷ്യം തോന്നിയിട്ട് അയാളെ ഡാർക്ക്നെസ്സിലേക്ക് വിടുന്നു. അതേപോലെ ഞാനും എനിക്ക് കിട്ടിയ കഴിവ് യൂസ് ചെയ്തില്ലെങ്കിൽ എന്നെയും ഡാർക്ക്നെസ്സിലേക്ക് വിടും എന്നാണ് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് 4 ലൈൻസ് നോക്കാം. To serve therewith my makes and present, my true account least he returning chide. Doth God excite day labor light denied. I fondly ask, but patience to prevent. Ironically but admirably, the speaker in Milton's poem feels more bent to serve God. Despite his blindness, is more determined, more dedicated, and more inclined to serve. But he feels that his blindness will make it difficult for him to do so. He hopes he will be able to present to God a true account of his service, and he hopes to do so before God. Like the master in the parable, returned to chide him of being unprofitable. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, here the speaker says through that he turned blind, but his soul is still willing to serve the maker. പക്ഷേ ഇതിൽ വൈരുദ്ധ്യം എന്താണ്, അദ്ദേഹം ബ്ലൈൻഡ് ആയെങ്കിലും അദ്ദേഹം ഇപ്പോഴും അയാളുടെ ഗോഡിനെ സെർവ് ചെയ്യാൻ വില്ലിങ് ആണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണ്, പോയറ്റിന് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, പാസീവായിട്ട് ഇരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം എന്താ, ഹീസ് ഇൻ ഡാർക്ക്നെസ്, അതായത് പോയറ്റ് ബ്ലൈൻഡ് ആയിപ്പോയി. പക്ഷേ നമുക്ക് മനസ്സിലാവുന്ന ഒന്നുണ്ട്, എത്രയൊക്കെ ബ്ലൈൻഡ് ആണ് എന്ന് പറഞ്ഞാലും പോയറ്റിൻ്റെ മൈൻഡ് ഇങ്ങനെ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിന്?
സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, ദൈവത്തിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് പോയറ്റിൻ്റെ മൈൻഡ്. ഇവിടെ ഒരു വശത്ത് പോയറ്റ് ബ്ലൈൻഡായി എന്നുള്ള ആ ഒരു തോട്ടും മറുവശത്ത് ഗോഡിനെ എങ്ങനെയെങ്കിലും സെർവ് ചെയ്യണം എന്നുള്ള ലോങ്ങിങ്ങും ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു സ്ട്രോങ് വിഷും ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഡിസബിലിറ്റിയും തമ്മിലുള്ളൊരു ടഗ് ഓഫ് വാറാണ് ഇവിടെ നടക്കുന്നത്. God may even chide me for not using my talent properly only because I have turned blind. ബ്ലൈൻഡ് ആയിപ്പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് ഞാൻ എൻ്റെ ടാലൻറ്റ് യൂസ് ചെയ്യാതെ പാസീവായിട്ടിരുന്നാൽ ദൈവം എന്നെ ചൈഡ് ചെയ്തേക്കാം. ചൈഡ് മീൻസ് പണിഷ് ചെയ്തേക്കാം. ഈ ഒരു ബ്ലൈൻഡ്നെസ് എന്നത് ദൈവത്തിൻ്റെ മുന്നിലൊരു എക്സ്ക്യൂസേ അല്ല എന്നൊക്കെയാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. ഹി ഫിയേഴ്സ് ദാറ്റ് പാരബിളിലെ തേർഡ് സെർവൻറ്റിനെ ഡാർക്ക്നെസ്സിലേക്ക് നാടുകടത്തിയ പോലെ ഗോഡ് എന്നെയും ഡാർക്ക്നെസ്സിലേക്ക് തള്ളിയിടും. ആ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്ലൈൻഡ്നെസ് കൊണ്ട് എനിക്കുണ്ടാകുന്ന ഡാർക്ക്നെസ്സിനേക്കാൾ സിവിയറാണ്. സോ ഹീ ഈസ് ഫ്രസ്ട്രേറ്റഡ്, കൺഫ്യൂസ്ഡ് ആണ്. ഒരു സൈഡിൽ അദ്ദേഹത്തിൻ്റെ ബ്ലൈൻഡ്നെസ്സും മറുവശത്ത് ആഗ്രഹവുമാണ്. എന്താഗ്രഹം? ദൈവത്തെ എങ്ങനെയെങ്കിലും സെർവ് ചെയ്യണം എന്നുള്ള ആഗ്രഹവും ആ ലോങ്ങിങ്ങും ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മിൽട്ടനെ സംബന്ധിച്ച് ദൈവത്തിനെ സെർവ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ദൈവത്തെ സെർവ് ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരേ ഒരു മാർഗ്ഗം എന്താണ്? പോയം എഴുതുക എന്നതാണ്. അദ്ദേഹത്തിൻ്റെ മിക്ക റിലീജിയസ് പോയവും നോക്കിയാൽ നമുക്ക് കാണാം. ദൈവം മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈവൻ അദ്ദേഹത്തിൻ്റെ പാരഡൈസ് ലോസ്റ്റിൽ എന്താ പറയുന്നത്? ടു ജസ്റ്റിഫൈസ് ദ വേസ് ഓഫ് ഗോഡ് ടു മാൻ എന്നാണ് അല്ലേ. ആൻഡ് നെക്സ്റ്റ് ലൈനിൽ മിൽട്ടൺ അങ്ങേയറ്റം കൺഫ്യൂസ്ഡ് ആണ്. ഗോഡ് എന്തായിരിക്കാം എന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഞാനിപ്പോൾ ഡിസേബിൾഡ് ആണ്, അങ്ങനെയുള്ള എന്നിൽ നിന്ന് ദൈവം ഇപ്പോൾ റൈറ്റിംഗ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുമോ? ഞാൻ ഇതൊക്കെ തരണം ചെയ്ത് കവിത എഴുതും എന്ന് ഗോഡ് വിചാരിക്കുന്നുണ്ടാവുമോ? ഇതൊരു പരീക്ഷണമായിരിക്കുമോ എന്നൊക്കെ മിൽട്ടൺ ഇവിടെ വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ ഈ പേഷ്യൻസ് അതിനുള്ള ആൻസർ നൽകുന്നുണ്ട്. ഈ പേഷ്യൻസ് ഒരു ക്വാളിറ്റിയാണ് അല്ലേ, നമുക്ക് കാണാൻ സാധിക്കില്ല, തൊടാൻ സാധിക്കില്ല, നമ്മളിലുള്ളൊരു ക്വാളിറ്റിയാണ്, മനുഷ്യരുടെ ഒരു ക്വാളിറ്റിയാണ് ഈ പേഷ്യൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പേഷ്യൻസ് പോയറ്റിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഷ്യൻസിന് എന്താണ്? ഒരു മാൻലി നേച്ചർ കൊടുത്തു ഇല്ലേ, ഒരു മനുഷ്യൻ്റെ ഒരു നേച്ചർ അവിടെ കൊടുത്തു. അപ്പോൾ അതെന്താണ്? പേഴ്സോണിഫിക്കേഷൻ്റെ എക്സാമ്പിളാണ് ഈ പേഷ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് അടുത്ത ക്വാർട്ടറിൽ എന്താണ് പേഷ്യൻസ് പറഞ്ഞത് നമുക്ക് നോക്കാം. ദാറ്റ് murmur soon replies, God doth not need either man's work on his own gift, whose best bear his mild yoke, they serve him best, his stage is kindly thousands at his biding speed. ആൻഡ് ഇവിടെ പേഷ്യൻസ് പോയറ്റിന് മറുപടി കൊടുക്കുവാണ്. നീ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഗോഡ് ആരാണ്? ഗോഡ് ഓംനിപൊട്ടൻ്റ് ആണ്. ഗോഡ് ഡസൻറ്റ് വാണ്ട് മീൻസ് മാൻ സർവീസ്. അതായത് ഗോഡ് എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്. ഗോഡിന് മാൻ്റെ സർവീസ് ആവശ്യമില്ല. എന്തും ചെയ്യാൻ കഴിയുന്ന, ഈ ലോകത്തെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന് എന്തിനാണ് മനുഷ്യൻ്റെ സർവീസ്? നമ്മൾ സകല കഴിവും നമുക്ക് തന്നത് ആരാണ്? ദൈവമാണ്. നമ്മൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് തന്നത് ഗോഡാണ്. സോ ദൈവം നമുക്ക് തന്ന കഴിവ് ദൈവം തിരിച്ച് ആവശ്യപ്പെടുമോ? ഇല്ല. ഗോഡ് ഈസ് പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ആൻഡ് ഹീ നോസ് എവ്രിത്തിങ്. പിന്നെ എന്തിനാണ് ദൈവത്തിന് നമ്മളുടെ സർവീസിൻ്റെ ആവശ്യം എന്താണ്? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തെ അനുസരിക്കുന്നവർ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവർ, ദൈവത്തിനെ ഒബേ ചെയ്യുന്ന ആൾക്കാർ, ഏറ്റവും നന്നായിട്ട് ദൈവം കാണിക്കുന്ന വഴിയിലൂടെ പോകുന്ന ആൾക്കാരാണ് ദൈവത്തിനെ സേവ് ചെയ്യുന്നവർ. അവരെയാണ് ദൈവത്തിന് ഏറ്റവും അധികം ഇഷ്ടം. They who concerned God to control them are the best servant of God, as if they were wearing a yoke. അതായത് ദൈവത്തിന് അവരുടെ ഫെയ്റ്റ് എന്താണെന്ന് നിർണ്ണയിക്കാൻ അനുവദിക്കുന്നവർ. എന്താണ് നമ്മളുടെ ഭാവി എന്ന് നമ്മൾ നിർണ്ണയിക്കാതെ ദൈവം ആണത് നിർണ്ണയിക്കുന്നതെങ്കിൽ, അങ്ങനെ ദൈവത്തിനെ നമ്മുടെ ഫ്യൂച്ചർ നിർണ്ണയിക്കാൻ നമ്മൾ സഹായിച്ചാൽ അങ്ങനെയുള്ള ആൾക്കാരെയാണ് ദൈവത്തിന് ഏറ്റവും അധികം ഇഷ്ടം. അവരുടെ കഴുത്തിന് ചുറ്റി ഒരു യോക്ക് അണിഞ്ഞ ഫാം ആനിമൽസിനെ പോലെ, ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആനിമൽസിനെ പോലെ. നമ്മൾ ഈ കടിഞ്ഞാണിടുക എന്നൊക്കെ പറയില്ലേ, ആടിനും പശുവിനും ഒക്കെ നമ്മൾ കഴുത്തിൽ ഒരു യോക്ക് ഇടും ഇല്ലേ? എന്തിനാണ്? നമുക്ക് കറക്റ്റായിട്ടുള്ള പാത്തിലൂടെ അവരെ നയിക്കാൻ അല്ലേ, നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാനായിട്ട്. സോ അവരെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന പോലെ യോക്കിന് അതേപോലെ ദൈവം നമ്മളെ നയിക്കുക എന്നാണ് പറയുന്നത്. ഈ യോക്കിന് മുന്നേ ഒരു അഡ്ജക്റ്റീവ് ഉണ്ട്, മൈൽഡ് എന്ന് അല്ലേ. സോ മീൻസ് ദൈവം ഒരു ഹിറ്റ്ലറിനെ പോലെ ദുഷ്ടനോ ക്രൂരനോ ഏകാധിപതിയോ ഒന്നുമല്ല, ഒരു മൈൽഡ് യോക്കാണ് ഇട്ടേക്കുന്നത്. ഗോഡ് ഇവിടെ നമുക്കൊരു ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. നമ്മൾ സമ്മതിച്ചാൽ ദൈവം നമ്മളെ ഡിറക്റ്റ് ചെയ്യും. സോ ദോസ് ഹു ഒബേ ഹിം ആർ ഓൾവേസ് ദ ബെസ്റ്റ്.
സോ പോയറ്റ് എഴുതിയാൽ മാത്രമേ സർവീസ് എന്ന ധാരണയൊന്നും വേണ്ട. അദ്ദേഹം തെളിച്ച വഴിയിലൂടെ അനുസരണയോടെ ഒരു ഇടയനെ പോലെ നമ്മൾ നടന്നാൽ മാത്രം മതി, ദൈവത്തിനെ സെർവ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ചേ, ദൈവത്തിനെ പറ്റി ഒത്തിരി കഥകളും പോയോ ഒക്കെ എഴുതിയിട്ട് ദൈവം ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല, അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മളവിടെ ഒരു സർവീസ്, ദൈവത്തിനെ സർവ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ദൈവം ഇഷ്ടപ്പെടുന്ന രീതിയിലൂടെ നമ്മൾ നടന്നാലും അത് ദൈവത്തെ സെർവ് ചെയ്യുന്നതിന് തുല്യമാണ്. ദൈവത്തിന് വേണ്ടത് ഒബീഡിയൻ്റായ ഒരു ഒബീഡിയൻസ് ആണ്, അല്ലാതെ മെറ്റീരിയലായ ഒന്നും അദ്ദേഹത്തിന് വേണ്ട. ഈ ഗോഡ് എന്ന് പറയുന്നത് ആരാണ്? കിങ് ആണ് അല്ലേ? അപ്പോൾ ഒരു രാജാവിൻ്റെ, ഒരു കിങ്ങിൻ്റെ ആജ്ഞ അനുസരിക്കാൻ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഉണ്ട്, അതായത് അദ്ദേഹത്തിന് പരിചാരകരുണ്ട് ഇല്ലേ? ഇവിടെ പരിചാരകരെന്ന് ഉദ്ദേശിക്കുന്നത് ഏഞ്ചൽസിനെയാണ്. ആൻഡ് ഇനി നമുക്ക് ലാസ്റ്റ് കപ്ലെറ്റ് നോക്കാം. ആൻഡ് പോസ്റ്റ് ഓവർ ലാൻഡ്സ് ആൻഡ് ഓഷ്യൻ വിത്തൗട്ട് റെസ്റ്റ്, ദേ ഓൺലി സെർവ് ഹു ഓൺലി സ്റ്റാൻഡ് ആൻഡ് വെയിറ്റ്. അതായത് ദൈവത്തിൻ്റെ ആജ്ഞ കേൾക്കാൻ 1000ഓളം ആൾക്കാരുണ്ട്. മലയും പുഴയും കുന്നുകളും കടലുകളും ഒക്കെ കടന്ന് ഗോഡിനെ സെർവ് ചെയ്യാൻ ഒത്തിരി ഏഞ്ചൽസ് ഉണ്ട്. പോസ്റ്റ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? സ്പീഡിനെയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ജോലി ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇവിടെയുണ്ട്, ഏഞ്ചൽസ് ഉണ്ട്. അപ്പോൾ ഒരാൾ ഇവിടെ നീ അപ്പോൾ ഗോഡിനെ സെർവ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് അവിടെ ഗോഡിന് യാതൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. നീ ഇപ്പോൾ ഗോഡിനെ സെർവ് ചെയ്യാതിരിക്കുന്നത് നിൻ്റെ മടി അങ്ങനെയുള്ളൊരു റീസൺ കൊണ്ടല്ലല്ലോ, നിനക്ക് വാലിഡ് ആയിട്ടുള്ളൊരു റീസണും ഉണ്ട്. ബിക്കോസ് ഹീസ് ബ്ലൈൻഡ്. സോ ദൈവം നിന്നെ ഒരിക്കലും പണിഷ് ചെയ്യില്ല. കിങ് ഓൾസോ ഹാവ് സെർവൻസ് ഹു സ്റ്റാൻഡ് ആൻഡ് വെയിറ്റ്. Those who stand in a state of readiness to their turn come are also good servants. സോ ദൈവം ഒരു കിങ് ആണ്. രാജാവിന് ഇങ്ങനെ ജോലി ചെയ്യാൻ ഒത്തിരി സെർവൻസ് ഉണ്ട്. പക്ഷേ ചില സെർവൻസ് എങ്ങനെയാണ്? അവരുടെ ടേൺ വരും വരെ അവർ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യും ഇല്ലേ? അല്ലാതെ ടേൺ വന്നില്ലെങ്കിലും ചാടിക്കറി ജോലി ചെയ്യല്ല. ചില ആൾക്കാർ, ചില സെർവൻസ് അവരുടെ ടേൺ വരുന്നവരെ വളരെ പേഷ്യൻ്റായിട്ട് തന്നെ അവർ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുന്നതും ഒരു തരം സർവീസാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോയറ്റിനെ കൺസോൾ ചെയ്യുവാണ് ഇവിടെ പേഷ്യൻസ് ചെയ്യുന്നത്. നീ ചെയ്യുന്നതും സർവീസ് തന്നെയാണ്. കാരണം നീ ഒബീഡിയൻ്റ് ആണ്. ദൈവം തെളിച്ച വഴിയിലൂടെ നീ പോകുന്നുണ്ട്. നിനക്ക് ഈ ബ്ലൈൻഡ്നെസ് എന്നതൊരു പ്രശ്നം തന്നെയാണ്. എന്നിട്ട് പോലും അത് ഓവർകം ചെയ്ത് ഗോഡിനെ സർവീസ് ചെയ്യാൻ നീ ശ്രമിക്കുന്നുണ്ട്. സോ ഗോഡ് നിന്നെ ഒരിക്കലും പണിഷ് ചെയ്യില്ല. ഒരിക്കലും നിന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഗോഡ്. ഈ ഒബീഡിയൻസ് അത് മാത്രം മതി ഗോഡിന്. ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാറ്റ്സ് ഇനഫ്. ആൻഡ് സോ ഈ പേഷ്യൻസിൻ്റെ ഒരു കൺസലേഷൻ വെച്ചിട്ട് സോണറ്റ് എൻഡ് ചെയ്യുന്നത് തുടക്കത്തിൽ ഭയങ്കര പെസിമിസ്റ്റിക് ആയിട്ടാണെങ്കിലും എൻഡിങ് വളരെ പോസിറ്റീവായിട്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന രീതിയിലുള്ള ഒരു എൻഡിങ് ആണ്. അതേപോലെ ഹാർഡ് വർക്കിൽ കൂടെ എന്തും പോസിബിളാണ്. നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തും നേടാൻ സാധിക്കും. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒത്തിരി അവസരങ്ങളുണ്ട് ഇല്ലേ? ആ ഒത്തിരി അവസരങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, നമ്മൾ ആ അവസരങ്ങൾ വിനിയോഗിക്കുക. നമ്മളെ ആറ്റിറ്റ്യൂഡാണ് എല്ലാത്തിലും പ്രധാനം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയാണ് ഈ സോണറ്റിൽ പറയുന്നത്. സോണറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ മെയിൻ തീം എന്താണ്? സുപ്രീമസി ഓഫ് ഗോഡ് ആൻഡ് കംപ്ലീറ്റ് ഫെയ്ത്ത് ഇൻ ഗോഡ് ഈസ് ദ ബേസിക് തീം ഓഫ് ദ സോണറ്റ്. അപ്പോൾ സുപ്രീമസി ഓഫ് ഗോഡാണ്, അതേപോലെ ദൈവത്തിലുള്ള കംപ്ലീറ്റ് ഫെയ്ത്തൊക്കെയാണ് ഇതിൻ്റെ ബേസിക് തീം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബ്ലൈൻഡ്നെസ് ഇതിലൊരു തീമാണ്. ബ്ലൈൻഡ്നെസ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വിഷനും ഇതിലൊരു തീമാണ്. പിന്നെ എന്താ? ഒബീഡിയൻസ്, ഗിൽട്ട്, റിലീജിയൻ ഒക്കെ ഈ സോണറ്റിലെ തീംസാണ്. പിന്നെ ഇതിൽ ഫിഗർ ഓഫ് സ്പീച്ച് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഞാൻ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞിരുന്നു കുറച്ച് ഫിഗർ ഓഫ് സ്പീച്ച് ഇതിലുള്ളതൊക്കെ. ആൻഡ് ഇതിലെന്തൊക്കെയുണ്ട്? മെറ്റഫർ ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്, ലൈറ്റും ഡാർക്ക്നെസ്സും യോക്കും ഒക്കെ സിമ്പിൾസാണ്. പിന്നെ ആർക്കേക്ക് വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ആലിട്രേഷൻ ഉണ്ട്, ബിബ്ലിക്കൽ അലൂഷൻ ഉണ്ട്, പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്, പിന്നെ എൻചാൻമെൻ്റ് ഉണ്ട്. അതായത് പഞ്ച്വേഷൻസ് ഒന്നും ഇല്ല. ഒരു ലൈനിൽ നിന്ന് വേറൊരു ലൈനിലേക്ക് പോകുമ്പോൾ അവിടെ പഞ്ച്വേഷൻസ് ഒന്നും ഇല്ല. അതായത് ലൈൻ 3ഉം 4ഉം 5 ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും. പഞ്ച്വേഷൻസോ ഒന്നും ഇല്ലാതെ വേറെ ലൈനിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. സോ ഇതിനെയാണ് എൻചാൻമെൻ്റ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ സോണറ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്കിനി ഒരു 5 അന്റോണിംസ് നോക്കാം. അബ്സ്ട്രാക്റ്റ് ഓപ്പോസിറ്റ് കോൺക്രീറ്റ്, അബണ്ടൻസ് ഓപ്പോസിറ്റ് സ്കാർസിറ്റി, ആൻഡ് ആക്സിലറേറ്റ് ഓപ്പോസിറ്റ് ഡീസിലറേറ്റ് അല്ലെങ്കിൽ ഡിഫർ, അക്സെപ്റ്റിൻ്റെ ഓപ്പോസിറ്റ് റിജക്റ്റ്, ആൻഡ് അക്യുമുലേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡിസ്പേഴ്സ്. അപ്പോൾ ഇന്ന് പറഞ്ഞത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.
ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ സോണറ്റൊക്കെ ഞാൻ കൊടുത്തേക്കാം. ആൻഡ് പിന്നെ ഈ ചാപ്റ്ററിൻ്റെ MCQ ക്വസ്റ്റ്യനും വാലിഡേഷൻ ഫോർബിഡിങ് മോളിൻ്റെ MCQ ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുന്നുണ്ട്. കാരണം MCQ ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്താൽ എനിക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ പറ്റില്ല, വീഡിയോ വളരെ ലെങ്തിയും ആകും. അതുകൊണ്ട് തന്നെ ഞാൻ വാലിഡേഷൻ ഫോർബിഡിങ് മോളിങ്ങിലും വളരെ കുറച്ച് MCQ മാത്രമേ തന്നുള്ളൂ. അപ്പോൾ അതും ഈ സോണറ്റിൻ്റെയും കൂടെ MCQ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ മേ ബി ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതിയാകും. സോ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ HSAക്ക് വേണ്ടിയും ലിറ്ററേച്ചർ പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.